Stories of Marketing in Touch with Positive People. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അത് ഒരു അനിവാര്യ ഘടകമല്ലേ? നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണോ? അവരിൽ നിന്നും കിട്ടുന്ന റിവാർഡ് എനിക്കെന്താണോ? വലിയൊരു വിഷയമായിട്ട് തോന്നിയത് കൊണ്ട് ഇതിന്റെ ഒരു ചെറിയ ഏരിയയിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ശരിക്കും ഒരു റീറ്റെയിൽ നടത്തുന്ന ഷോപ്പിലെ ഓണർ 8 മണിക്കോ 10 മണിക്കോ 11 മണിക്കോ ആയിരിക്കും ഷോപ്പ് ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് കയറി വരുന്നത്. ഒരു നല്ല സ്നേഹമുള്ള വാക്കും സ്നേഹമുള്ള പെരുമാറ്റവും സ്നേഹമുള്ള ഒരു പുഞ്ചിരിയും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന്റെ ഏറ്റവും അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് ഉറപ്പാണ്. ഒരു പരിധിവരെ കൂട്ടുകുടുംബൊക്കെയാണ് ഈ അച്ഛൻ, അമ്മ, മറ്റുള്ള സഹോദരങ്ങള്, പിന്നെ ഭാര്യ, മക്കൾ ഉണ്ടാകും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഭാര്യ, മക്കൾ ഇതൊക്കെയാണ് അയാളുടെ ലോകം. ഒന്ന് മനസ്സിലാക്കാൻ നോക്കിയാൽ മതി. എന്താണ് റീറ്റെയിൽ ഷോപ്പുകാരൻ? അതിനെക്കുറിച്ച് അയാളുടെ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് നോക്കാൻ ശ്രമിച്ചാൽ മതി. ഒരു കഥ പറഞ്ഞ പോലെ, ഒരു കുട്ടിയെ കൊണ്ട് ഒരു അച്ഛൻ ഉത്സവം കാണാൻ പോകുന്നു. ആ കുട്ടിക്ക് എന്ത് വാങ്ങിക്കൊടുത്തിട്ടും ആ കൊച്ചു കുട്ടിക്ക് സന്തോഷം വരുന്നില്ല. അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ നിലത്ത് നിൽക്കുകയാണ്. അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു, ബലൂൺ വാങ്ങിക്കൊടുത്തു, കപ്പലണ്ടി വാങ്ങിക്കൊടുത്തു, എന്നിട്ടും അവന് സന്തോഷം വരുന്നില്ല. അതിനുശേഷം ആ അച്ഛൻ അവന്റെ സമീപത്തേക്കിരുന്നു. അച്ഛൻ അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവന്റെ മാനസിക തലത്തിൽ നിന്ന് അച്ഛൻ എന്താണ് മോന് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ ആ അച്ഛൻ കാണുന്നത് കുറെ മനുഷ്യരുടെ കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഉത്സവം കാണാൻ പറ്റുന്നില്ല, ആനകളെ കാണാൻ പറ്റുന്നില്ല. അതിനുശേഷം ആ കുട്ടിയെ എടുത്ത് തോളിലേക്ക് വെച്ചപ്പോൾ ആ കുട്ടി 2 കൈയും കുട്ടി ചിരിച്ചു, പുഞ്ചിരിച്ചു, സന്തോഷിച്ചു. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന്റെ അവസ്ഥയിലേക്ക്, അയാളുടെ മാനസിക തലത്തിലേക്ക് അയാളെ മനസ്സിലാക്കാനുള്ള ശ്രമം അയാളുടെ ഭാര്യയും മക്കളും ചെയ്തിരിക്കണം. അയാൾ കൂടുതൽ ടെൻഷനായിട്ടായിരിക്കാം ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. നാളെ വരുന്ന ചെക്കുകൾ, അല്ലെ, നാളെ പാസ്സാക്കി വിടേണ്ട ചെക്കുകൾ, നാളെ ഒരു സ്റ്റാഫ് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബാങ്കിൽ പോകാൻ ആളില്ല, രാവിലെ ഷോപ്പിൽ നിൽക്കാൻ ആളില്ല, രാവിലെ എടുത്തു കൊടുക്കേണ്ട നാളത്തെ ഓർഡേഴ്സ് ഇത്രമാത്രം ഓർഡേഴ്സ് ഉണ്ട്, ഇത്ര വിറ്റാലാണ് ഇനി അടുത്ത ചെക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ, കമ്പനിക്കാർ വരുമ്പോൾ പൈസ കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കണം. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ. അയാൾക്ക് മാനേജർ ഉണ്ടാകാം, അക്കൗണ്ടന്റ് ഉണ്ടാകാം, എന്തൊക്കെ ഉണ്ടായാലും കുറെ ടെൻഷൻ കൊണ്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 1 മണിക്കൂർ ഈ ഷോപ്പിലൊന്ന് ഇരിക്കാമോ എന്ന് മകനോട് ചോദിക്കുമ്പോൾ അവന് പഠിക്കാനുണ്ട്, അവന്റെ കൂട്ടുകാരോടൊപ്പം പോകണം, അങ്ങനെ പല പല റീസണും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കുട്ടികളുണ്ടാകാം. ചിലപ്പോ അച്ഛന്റെ പ്രശ്നം, അച്ഛന്റെ വേദന മനസ്സിലാക്കി, അച്ഛന്റെ പ്രയാസം മനസ്സിലാക്കി അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന മക്കളുണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാകാം. ഭാര്യമാര് റീറ്റെയിൽ ഷോപ്പ് ഭർത്താവിനെ സഹായിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ട്, എത്രയോ വീടുകളുണ്ട് വളരെ നല്ല രീതിയിൽ ഐക്യത്തോടെ പോകുന്നത്. അപ്പോ പറഞ്ഞു വെക്കുന്നത്, ഒരു റീറ്റെയിൽ ഷോപ്പുകാരന്റെ പ്രശ്നങ്ങൾ, ഇഷ്യൂകൾ അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകണം. അത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പരിധി വരെ സ്വന്തം ഭാര്യയോട് തന്നെയായിരിക്കും. അത് ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ലിസണിങ് കപ്പാസിറ്റി വേണം, കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് സൊല്യൂഷൻ കണ്ടെത്തി എന്തായാലും ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് വരണം. കാരണം അനവധി ആളുകളായിട്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അങ്ങനെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് വൈകുന്നേരം. അപ്പോൾ അയാൾക്ക് സമാധാനം കൊടുക്കാൻ നല്ലൊരു കുടുംബാന്തരീക്ഷം നന്നായിരിക്കണം. കുറെ അധികം പ്രോബ്ലംസും പ്രശ്നങ്ങളും കൊണ്ട്
അവിടെ കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്താണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മക്കളും വേറെയുള്ള ആളുകളും ഭാര്യയും മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വലിയ സമാധാനക്കേടായിട്ട് മാറും. അതുകൊണ്ടൊക്കെ തന്നെ തീർത്തും അയാളെ മനസ്സിലാക്കുകയും അയാൾക്ക് സമാധാനം കൊടുക്കുകയും ഒരു പുഞ്ചിരി സമ്മാനിക്കുകയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും നമുക്ക് കൊടുക്കാൻ കഴിയണം. ഓരോ കാര്യം കൂടി പറഞ്ഞു വെക്കാം. റീറ്റെയിൽ ഷോപ്പുകാരനോ അല്ലെങ്കിൽ വേറെ ഏത് വ്യക്തിക്കോ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആരെയും ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യയായാലും മക്കളെ ആയാലും ആരെയും ഒരു കാര്യവും ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങളൊരു ഷുഗർ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. ആ റിപ്പോർട്ട് പോയി ലാബിൽ പോയി നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം, അതിനുശേഷം എനിക്ക് അതുകൊണ്ട് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്, ആ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് അത് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാം. അതിനുവേണ്ടി ഇങ്ങനെ ഒരാളോട് പറഞ്ഞ് എനിക്ക് പോകാൻ ഇപ്പൊ സമയമില്ല, എനിക്ക് വേറെ തിരക്കുണ്ട്, ഞാൻ ആ വഴി പോകുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോഴത്തേക്കും വൈകും എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കൂടുതൽ ഇഷ്യൂകളിലേക്ക് വരാതെ സ്വന്തം കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും, അത് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും, ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും അത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യത്തിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ വളരണം. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനു മറ്റുള്ളവരെ അത് ഏൽപ്പിക്കുന്നു? നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്. അപ്പൊ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരെ ആ ഏരിയയിലേക്ക് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരെ ഏൽപ്പിക്കാതെ സ്വയം അത് ചെയ്യാനുള്ള മനസാന്നിധ്യത്തിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഉയരണം. അത് ഷോപ്പുപരമായ കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായാലും സ്വയം നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണം. സ്റ്റാഫുകളെ ഒരു ചെക്ക് പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ആ ചെക്ക് വാങ്ങിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ പോയാൽ ആ ചെക്ക് കിട്ടും, നിങ്ങൾ പോയാൽ ക്യാഷ് കിട്ടുമെങ്കിൽ നിങ്ങൾ തന്നെ പോയി ആ പേയ്മെന്റ് വാങ്ങിക്കുന്നത് നല്ല ഒരു കുടുംബാന്തരീക്ഷം ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് കൊടുക്കാൻ തയ്യാറായിരിക്കണം കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഭാര്യയുടെ നല്ല സപ്പോർട്ട് ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഉണ്ടായിരിക്കണം. ഒരു എനർജറ്റിക്കും നല്ല എഫക്റ്റീവായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ രണ്ട് കൂട്ടർക്ക് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ബിസിനസ് ഒന്നായിട്ട് നിന്നാൽ, ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഫാമിലി ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ വളർച്ചയ്ക്ക് ഒന്നായി നിന്നാൽ അത്ര വലിയ സക്സസ്സുകളിലേക്ക് അത് കയറി പോകാൻ പറ്റും. ആ സെയിം 3 മക്കളും ഭാര്യയും റീറ്റെയിലുകാരനും 3 ധ്രുവങ്ങളിലാണെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പുകാരന്റെ അവസ്ഥ എന്താകും? അപ്പൊ അയാൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും, ഞാൻ എന്തിനാണ് ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ആരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ല. അയാളും ആ റീറ്റെയിൽ ഷോപ്പുകാരനും അയാളുടേതായ വേറൊരു വഴി വെട്ടിത്തെളിച്ച് പോയാൽ പിന്നെ ആ ഷോപ്പിന്റെ അവസ്ഥ എന്താണ്? പൈസയ്ക്ക് വേണ്ടി കസ്റ്റമർ വരുമ്പോൾ, അല്ലെങ്കിൽ കമ്പനിക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർമാർ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ 100,000 പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഒത്തൊരുമയും കൂട്ടായ്മയും, തന്റെ ബിസിനസ്, തന്റെ ഷോപ്പ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ കുറെ ഡ്രീംസുകൾ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ ഉണ്ടാവും. അതൊക്കെ ഒരു പരിധി വരെ വൈഫിനോടും മക്കളോടൊക്കെ ആയാലും ഷെയർ ചെയ്തിട്ടും ഉണ്ടാകും. എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഇത് ഗ്രോത്ത് ചെയ്യണം എന്നുള്ള വിചാരം ഈ 3 കൂട്ടർക്കും ഉണ്ടായിരിക്കണം. കുടുംബത്തിന്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഒരു ഭാര്യ, മക്കള്, റീറ്റെയിലുകാരന് കൊടുത്തിരിക്കണം. അയാളുടെ മനസ്സ് അറിയാൻ സാധിക്കണം. ആ മനസ്സ് അറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ വളരണം. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ വീട്ടമ്മമാര് വീട്ടിലുള്ള ജോലിയും അതിൻ്റെ വീട്ടിലുള്ള രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷണവും കാര്യങ്ങളും ചെയ്തായിരിക്കും ചിലപ്പോൾ വേറെ ജോലിക്കും അവർ പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം കണ്ട് വേണം ഇതിനകത്ത് ആൻസർ തരാൻ എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന അത് ഇനി ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകാരനും അവരോട് ചോദിക്കാം, നീ എന്തെല്ലാം ജോലികളാണ് രാവിലെ മുതൽ ചെയ്യുന്നത്, അതിനുശേഷമാണ് നീ ജോലിക്കും കൂടി പോകുന്നത് എന്ന് ഒരു കൂട്ടിച്ചേർക്കലും ഒരു സംസാരവും ഉണ്ടായാൽ അവരുടെ ഹൃദയം ആർദ്രമാവുന്നേ. ഈ മനുഷ്യരെല്ലാവരെയും സ്നേഹത്തിന് മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കുന്നവരാണെന്നേ. സ്നേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒരു മനസ്സിനെ ആർദ്രമാക്കാൻ
ഉള്ളതാക്കി തീർക്കാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന നന്മകൾ അവരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നു. അത് റീറ്റെയിൽ ഷോപ്പുകാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോപ്പിലെ ബിസിനസ്, അത് കഴിഞ്ഞ് നാട്ടിൽ വരും, അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, അത് കഴിഞ്ഞ് ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്ത ഈ യാത്ര, എന്തുമാത്രം നമ്മുടെ കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സ് ആർദ്രമാവില്ലേ? ആർദ്രവിശുദ്ധിയിലേക്ക് അയാളുടെ മനസ്സ് ആർജവത്വം വരില്ലേ? ഒരു പോസിറ്റീവ് എനർജി വരില്ലേ? അയാൾക്ക് നാളെ നേരം എടുത്ത് കുറച്ചുകൂടി നന്നായിട്ട് ജോലി ചെയ്യാൻ തോന്നില്ലേ? തോന്നുമോ? നമ്മൾ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണമേ. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് സ്വന്തം ഭാര്യയും മക്കളെയും, അതുപോലെ മക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് തരുന്ന എൻ്റെ വാപ്പയാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അച്ഛനാണ് എന്നുള്ള വിചാരം ഈ മക്കൾക്കുണ്ടാകണം. വെറുതെ അല്ല ഇതൊക്കെ സ്വന്തം ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകുന്നുള്ള ഒരു ബോധത്തിലേക്ക് ഈ മക്കളും വരേണ്ടതുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അപ്പ ഇത്രയും ബിസിനസ്സുകൾ ഉണ്ടാക്കിയെടുത്തത്, ഇത്രയും ബിസിനസ്സുകൾ അച്ഛൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പാട്, എന്തുമാത്രം പെയിൻ ഒരു സമയത്ത് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ദിവസത്തെ ടേൺ ഓവർ 50 ലക്ഷത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ 1 CR ഈ ടേൺ ഓവർ വന്നത്, അല്ലെങ്കിൽ 25 ലക്ഷത്തിലേക്ക് വന്നത്. അതിന്റെ ബാക്കിൽ ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ എടുത്താണ് ഇതിലേക്ക് കയറി എന്നൊരു ബോധത്തിലേക്ക് ഈ മക്കളും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയോടും വളരെ എഫക്റ്റീവായിട്ടും വളരെ സൂക്ഷ്മതയോടെ മക്കൾ ആ ബിസിനസ്, അപ്പൻ കാണിച്ചു തന്ന ആ ബിസിനസ് കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇന്നിപ്പോ സ്ത്രീകള് എല്ലാ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. പല റീറ്റെയിൽ ഷോപ്പുകളും സ്ത്രീകൾ തന്നെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും ആരോഗ്യപരമായ കാര്യങ്ങൾ, അത് സ്ത്രീ നടത്തുന്ന റീറ്റെയിൽ ഷോപ്പായാലും മെയിൽ നടത്തുന്ന റീറ്റെയിൽ ഷോപ്പായാലും, ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഉണ്ടായിരിക്കണം. അയാൾ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു യോഗ, ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു കരുതൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വേണം റീറ്റെയിൽ ഷോപ്പുകാരൻ മുന്നോട്ടുള്ള യാത്ര നടത്താൻ. അങ്ങനെ മുന്നോട്ട് യാത്ര നടത്തണമെങ്കിൽ കുടുംബത്തിൽ അയാൾ കയറി വരുമ്പോൾ അയാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം ചുറ്റും നിൽക്കേണ്ടത്. അവരുടെ സപ്പോർട്ട് എപ്പോഴും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സമീപനം വളരെ സ്നേഹത്തോടെ വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ തയ്യാറായിരിക്കണം കുടുംബത്തിലുള്ള. ഒരു ഭാര്യ 1 മണിക്കൂർ ഷോപ്പിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇദ്ദേഹം എന്തോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോയി. ആ സമയത്ത് ആരോ ഒരാൾ പേയ്മെന്റിന് വേണ്ടി വന്നു. അപ്പൊ കുറച്ച് ഡിലേ ആയ പേയ്മെന്റ് ആയിരുന്നു. ഞങ്ങളുടെ പൈസ ഇതുവരെ തന്നിട്ടില്ല മാഡം. സാറ് വരുമ്പോൾ പറയൂ, ഞങ്ങൾക്ക് ബിസിനസ് നടത്തണമെങ്കിൽ പൈസ വേണ്ട, ഇത്രയും നാളായ പേയ്മെന്റ് അതേത് കാണിച്ചു കൊടുക്കുന്നു. ഒന്നാമത് ഈ കാര്യത്തിൽ ബിസിനസ് എന്താണ്, റീറ്റെയിൽ ഷോപ്പ് എന്താണ്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കഴിയുമെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ തന്നെ ഫോണെടുത്ത് ഡയൽ ചെയ്ത് ഭാര്യയെ വിളിക്കുകയാണ്. ഭർത്താവ് ഏതോ ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുന്ന, കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുന്ന. ഇത് പൈസ ഇത് എന്താണ് കൊടുക്കാത്തത്? ഒരാൾ വന്ന് ഇവിടെ പൈസ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു, പൈസ 3 മാസമായി എന്ന് പറഞ്ഞു. എന്താ കൊടുക്കാത്തത്? ഇത് എന്താണ് ഇതെന്താണ് കൊടുക്കാത്തത്? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഇന്ന് പൂട്ടി വേറെ വല്ല പണിക്ക് പോയി കൂടെ എന്നൊക്കെ ചോദിച്ചു കളയുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാരണവശാൽ ബിസിനസ് എന്താണെന്ന് ആദ്യം ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റം ആയിരിക്കണം അവർ കാഴ്ചവെക്കേണ്ടത്. അല്ലെങ്കിൽ പേയ്മെന്റ് ഒരു കാരണവശാലും ഒരു കസ്റ്റമറിന്റെ പേയ്മെന്റ് ഒരു 90% ആളുകളും പൈസ വന്നാൽ എടുത്ത് കൊടുക്കുന്നവർ തന്നെയാണ്. 90% ആൾക്കാരും പൈസ വന്നാൽ കൃത്യമായിട്ട് പൈസ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക്, ആ കമ്പനിക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കാൻ ഇത്തിരി ഡിലേ വന്നു, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേയ്മെന്റ് വരാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പോൾ അവരുടെ ബിഹേവിയറിങ്, അവരുടെ പെരുമാറ്റം, 3 മാസമായി പേയ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹസ്ബൻഡ് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത് ഡീൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക്
ഒരു പേയ്മെന്റ് സ്വല്പം ഡിലേ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രമാത്രം അഭിമാനത്തിന് ഒരു ക്ഷതം പറ്റേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടാകാം. ചിലപ്പോ വേറൊരു പേയ്മെന്റ് വരുമ്പോൾ എടുത്തു കൊടുക്കണം എന്ന് വിചാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂകളായിരിക്കാം. അപ്പോ അതിന് ഭയങ്കര സഡനായിട്ട് ചാടിക്കടിച്ചുള്ള ഒരു മറുപടി ഒരു കാരണവശാലും പറയരുത്. എന്തിനും സോഫ്റ്റ് ആയിട്ട് ഇടപഴകാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ ഒരു പ്രശ്നം വന്നൊരു കസ്റ്റമർ വന്നു, ഈ കംപ്ലൈന്റ് ഇഷ്യൂ വന്ന ഒരാൾ വന്നിരിക്കുന്നു, ഇതെന്താ നിങ്ങൾ മാറ്റി കൊടുക്കാറുണ്ട്, അത് പ്രശ്നമായില്ലേ. അങ്ങനെ നമ്മൾ സഡനായിട്ട് എടുത്ത് ചാടിയുള്ള മറുപടികൾ, കടിച്ചു മുറിച്ചുള്ള സംസാരങ്ങൾ അത് ഒഴിവാക്കണം. അതുകൊണ്ട് വലിയ ഒരു അഭിമാനത്തിന് ക്ഷതമൊന്നും പറ്റുന്നില്ല. കാരണം അത് റീറ്റെയിൽ ഷോപ്പായിട്ട് ഇരിക്കുമ്പോൾ വളരെ വ്യത്യസ്തരായ ആൾക്കാര്, വളരെ വ്യത്യസ്തരായ മനുഷ്യര്, വ്യത്യസ്ത സ്വഭാവമുള്ളവര്, അവരുടെ ഭാഗത്ത് ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ളൊരു നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യരും ഒക്കെ ഉണ്ടല്ലോ ഈ ലോകത്ത്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അവരെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ആളുടെ അടുത്തും അതുപോലെ പെരുമാറണമെന്നില്ല. അവർ പറയുന്ന ഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കണമെന്നില്ല. അത് നമുക്ക് വേണ്ട. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഫാമിലിക്ക് ഉണ്ടായാൽ അത് വളരെ നന്നായിരിക്കും. ഫിനാൻഷ്യൽ ടൈറ്റ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായി ഇത്തിരി പ്രോബ്ലംസ് വന്നു, ഫണ്ട് എവിടെങ്കിലും വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ ഗോൾഡ് കുറച്ച് പണയം വെക്കേണ്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സംയമനത്തോടെ അതിനെ നേരിടുകയും ഈ പ്രതിസന്ധി ഇത് മാറും. അതാണ് ഒരു ബിസിനസ്സിലായാലും എന്തിലായാലും നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആള് ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ പ്രതിസന്ധിയും ഇത് മാറും, നല്ലൊരു ദിവസം നമുക്ക് വരും. ആ ഒരു ശുഭാപ്തി വിശ്വാസം ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് തന്മയത്വത്തോടു കൂടി തന്നെ ആ കുടുംബത്തിലെ വൈഫും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അതിന്റെ ഷോപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അതവർക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ആ പ്രോബ്ലംസ് എന്തായാലും ഒരു ബിസിനസ് ആവുമ്പോൾ കുറച്ച് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രോബ്ലംസ് മാറി ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വന്ന് ഈ ബിസിനസ് കുറെ കൂടി ഗ്രോത്ത് ചെയ്യും. കുറെ സ്വന്തമായിട്ടൊരു ലാൻഡ് വാങ്ങിച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും, അവിടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡ്രീമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ആ കുടുംബം ഒന്നിച്ചു നിന്നാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. എവിടെയും വിജയിക്കുന്നത് ഈ കൂട്ടായ്മയും ഈ ഒന്നിപ്പുമാണ്. അതാണ് സക്സസിലേക്കുള്ള യാത്രയിൽ ആദ്യം നമ്മൾ കരുതലായി വെക്കേണ്ടത് എന്ന ദൃഷ്ടാന്തം അടിയുറച്ച് തന്നെ പറയുകയാണ്. കുറെ കഴിയുമ്പോൾ, കുറച്ച് ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ സാധാരണ റീറ്റെയിലർ മക്കളെ അങ്ങ് ഏൽപ്പിക്കും, ഭാരം മുഴുവൻ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇനിയിപ്പോ വയ്യ, മക്കളൊക്കെ അത് നോക്കട്ടെ. ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നയാൾ വാപ്പയാണെങ്കിലും അല്ലെങ്കിൽ അവർ ആ പഴയ അച്ഛനാണെങ്കിലും അപ്പനാണെങ്കിലും അവര് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ ആൾക്കാരാണ്. ഏജ് ആയിട്ടാണെങ്കിലും അവിടെ വന്ന് ഇരിക്കുകയും നാലാൾക്കാരോട് സംസാരിക്കുകയും എന്തെങ്കിലും കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കുകയും ആ പഴയ കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമർ ഈ ഇദ്ദേഹത്തെ കാണുമ്പോൾ, ഈ വാപ്പയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അങ്ങനെയുള്ള വളരെ ഏജ്ഡ് ആയിട്ടുള്ള പല റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന അച്ഛന്മാരെയും ആ അച്ഛന്മാർ ഒക്കെ റീറ്റെയിൽ ഷോപ്പിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. അവർ വന്ന് അവരുടെ ഫ്രണ്ടിലെ വേറൊരു സീറ്റ് അവർക്കുണ്ടാവും, ആ സീറ്റിൽ ഇരിക്കും. അച്ഛൻ അവിടെ ഇരുന്നു, മക്കള് വേറെ 2-3 സീറ്റുകളിലായിട്ട് ഇരിക്കും. അവർ ബിസിനസ് നടത്തും, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അവർ ഒന്നിച്ച് വീട്ടിലേക്ക് പോകും. ചില കാര്യങ്ങളിൽ ഈ വയസ്സായ ആളുകളുടെ ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ മനോഭാവങ്ങൾ, അവര് തരുന്ന ഒരു ഗൈഡ് ലൈൻ, അവര് തരുന്ന ഒരു ഡയറക്ഷൻ, അവര് തരുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് ഈ മക്കൾക്ക് MBA കഴിഞ്ഞ മക്കളാണെങ്കിലും ഒരു പ്രയോജനമായിരിക്കും. അതെന്താണെന്നറിയാമോ? അത് എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അനുഭവമാണ് ഗുരു. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാർ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ മക്കളുടെ ബിസിനസ് ഒന്ന് വീക്ഷിക്കുകയും തെറ്റുകൾ കണ്ടാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുമല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. കോട്ടയത്ത് ഒരു റീറ്റെയിലർ
അദ്ദേഹം മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ ആ റീറ്റെയിൽ ഷോപ്പിൽ വന്ന് ഇരുന്നു എന്നുള്ളതാണ്. ഈ മരണം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, ഞാനിനി ക്യാൻസർ പോലുള്ള രോഗമായിരുന്നു, പക്ഷെ ഞാനിനി അധിക നാളുകൾ ഇല്ല എന്ന് എനിക്കറിയാം. വീട്ടിലുള്ളവർ എന്നോട് പറയുന്നത് ഇനി റെസ്റ്റ് ചെയ്ത് വീട്ടിലിരിക്കൂ, കുഴപ്പമില്ല, പോകണ്ട എന്നാണ്. എന്നാലും ഞാൻ നിർബന്ധപൂർവം എനിക്ക് പോകണം, എൻ്റെ ഷോപ്പിൽ എനിക്ക് വന്ന് ഇരിക്കണം, എനിക്ക് എൻ്റെ കസ്റ്റമറെ കാണണം. അത് ഒരു ലഹരിയാണ്. തൻ്റെ കസ്റ്റമറെ, താൻ ഉണ്ടാക്കിയ കസ്റ്റമറെ അവരൊരു പുഞ്ചിരി കാണുക, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക, അതൊരു ലഹരി കൂടിയാണ്. അങ്ങനെ ബിസിനസ്സിനെ ഒരു ലഹരിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അന്ന് നിങ്ങൾ വേറൊരു റേഞ്ചിലേക്ക്, നിങ്ങളുടെ ഷോപ്പ് വേറൊരു റേഞ്ചിലേക്ക് ഉയരും. അങ്ങനെ ബിസിനസ്സിനെ ലഹരിയായി കണ്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം അന്ന് നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചുയരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ റീറ്റെയിൽ ഷോപ്പ് ഏറ്റവും സന്തോഷത്തോടെ ക്യാൻസർ പോലെയുള്ള അസുഖം ബാധിച്ച് 1, 2, 3 ദിവസം ഉള്ളപ്പോഴും അദ്ദേഹം ആ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റിൽ വന്നിരുന്ന് കസ്റ്റമറുടെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തി, കസ്റ്റമറുടെ സ്മൈല് വാങ്ങി ആ സ്മൈല് തിരിച്ചു കൊടുത്ത് അങ്ങനെ അദ്ദേഹം വിട പറഞ്ഞു. ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമാണ്, അയാൾ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത്രമാത്രം പെയിൻ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ, എങ്ങനെ അദ്ദേഹം അങ്ങനെ ആ ഷോപ്പിൽ വന്നിരുന്നു. ഒരു റീറ്റെയിലുകാരന്റെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം ആ ഷോപ്പിൽ ഇരിക്കുന്നത് തന്നെയാണ്. ആ ഷോപ്പിനെ ഒരു ലഹരിയായി കണ്ട് ഒരു ഫാമിലിയുടെ, കുടുംബത്തിന്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട്, ആ കുടുംബത്തിലെ ഫാമിലിയുടെ ഓരോ ആളുകളും ആ റീറ്റെയിലറിന്റെ ഒപ്പം നിന്ന് എന്താണ് റീറ്റെയിൽ ഷോപ്പുകാരൻ, അയാളെ മനസ്സിലാക്കാനുള്ള അവബോധത്തിലേക്ക് അയാളുടെ ഭാര്യയും മക്കളും വളരുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പ് സക്സസിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ഉയർന്ന് ആറാടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ലാത്ത സത്യമാണ്. ഓൾ ദ ബെസ്റ്റ്.